ഒരു അൺബോക്സിംഗ് വീഡിയോ കണ്ടാലോ ഗൈസ്. അപ്പോൾ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒരാളെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ പ്രതീക്ഷിച്ച് സാധനം ലാസ്റ്റ് കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കറാണ് കേട്ടോ. കരി പിടിച്ച് കിടക്കുന്ന അടുപ്പിന്റെ ഭാഗത്തും നമുക്ക് ഒട്ടിക്കാം. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള പോലത്തെ തെണ്ണിപ്പ് മക്കളുടെ വീടാണെന്നുണ്ടെങ്കിൽ ചുമരൊക്കെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒട്ടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് തന്നെ. എനിക്കൊരു തെണ്ണിപ്പ് അനിയത്തി ഉള്ളതുകൊണ്ടും എൻ്റെ സ്വഭാവം ഓക്ക് കിട്ടിയതായതുകൊണ്ടും ഞാനും ഓളും എൻ്റെ അനിയനൊക്കെ ചുമര് നല്ല വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ായിരുന്നു ഗൈസ്. അപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ സംഭവം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഒട്ടിക്കാന്നാണ്. അപ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടി നന്നാവാ ഇതുപോലെ വരച്ച് വെച്ച ഭാഗത്തൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാന്നുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും അടുപ്പിന്റെ ഭാഗത്ത് ഒട്ടിക്കാറപ്പോൾ അമ്മ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ക്ലോക്ക് എടുക്കാൻ കേട്ടോ ഗൈസ്. ക്ലോക്ക് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ചതായതുകൊണ്ടും സമയം എന്നും ഒന്നായതുകൊണ്ടും ആ ക്ലോക്കിൻ്റെ താഴെതാ ഗൈസ് പല്ലി വരെ വീട് വെച്ചിട്ടുണ്ട് കേട്ടോ. പല്ലിൻ്റെ താമസം അവിടെ ആയിരുന്നു തോന്നുന്നുണ്ട്. എന്തായാലും പല്ലിൻ്റെ താമസം ഇനി ഇന്ന് മുതൽ നമുക്കാണ് മാറ്റുക ഗൈസ്. ഞാൻ എന്തായാലും അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അളവെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിക്കൊന്ന് അളവെടുത്തിട്ട് വെട്ടിയതാണ് കേട്ടോ ഗൈസ്. എന്തായാലും അളവ് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. അതൊന്നും വിഷയമാക്കണ്ട, എന്തായാലും ചൂലെടുത്തിട്ട് വരാം. അങ്ങനെ ചൂല് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടോ. മാറാലയാണ്, പല്ലിൻ്റെ വീടാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഈ പല്ലി മാത്രമേ ഉള്ളൂ, ഇനി ബാക്കിക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഒരാളെ മാത്രമേ അപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും ഓല താമസം ഇനി മുതൽ ഇവിടെ ഉണ്ടാവില്ല ഗൈസ്. ഓലാട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ ഈ സ്റ്റിക്കർ പറിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണ്ട ഗൈസ്. അവിടെ ഇവിടെ ഒട്ടി പോകുന്നുണ്ട്, നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ എന്നെപ്പോലെ അന്തല്ലാതെ ആരും ഒട്ടിക്കേണ്ട ഗൈസ്. കുറച്ച് ബുദ്ധിപരമായി ചിന്തിച്ചിട്ടൊക്കെ ഒട്ടിക്കണ്ട. കാരണം ഇതിൻ്റെ ഉള്ളിൽ എയർ കിടക്കുന്നുണ്ട് ഗൈസ്. എയർ കടന്നു കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് ഒട്ടിക്കുക. എന്തായാലും ഞാൻ ഒട്ടിച്ചതുകൊണ്ട് തന്നെ എയർ നല്ല വൃത്തിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സാരില്ല, നിങ്ങളെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ലിങ്ക് എന്തായാലും ഞാൻ താഴെ ബയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കയറി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. നല്ല അടിപൊളി സംഭവമാണ്. ഈ ഒരു റേറ്റിൽ എന്തായാലും നമുക്ക് ഓൺലൈനിൽ നിന്ന് മാത്രമേ ഈ ഒരു സംഭവം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബയോ കയറി ചെക്ക്